സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഞങ്ങൾക്ക് നൽകണം. പരസ്യങ്ങൾ നൽകണം. ഞങ്ങളുടെ പരസ്യത്തിൻ്റെ പോസ്റ്റർ വരുന്നുണ്ട്. ഞങ്ങളുടെ പരസ്യമൊക്കെ നൽകണം. ഞങ്ങളെ സഹായിക്കണം. വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. ആധാർ ഇല്ലെങ്കിൽ സൗജന്യ യൂണിഫോം ഇല്ല. ഇത് വളരെ വലിയൊരു അവകാശ ലംഘനമായിട്ട് വന്നിട്ടുണ്ട്. ഒരു വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ലംഘനമാണ്. വിദ്യാഭ്യാസ നിയമത്തിനെതിരായിട്ടുള്ളൊരു അവകാശ ലംഘനം കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം 6-ാം പ്രവൃത്തി ദിവസത്തിനകം ആധാർ UID ലഭ്യമായ കുട്ടികൾക്ക് മാത്രമായി സൗജന്യ യൂണിഫോം കൊടുക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം വലിയൊരു പ്രശ്നമാണ്. ഈ വർഷം തന്നെ 57,130 കുട്ടികളാണ് ആധാർ ഇല്ലാതെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നത്. കാര്യം കുഞ്ഞുങ്ങളാകുമ്പോൾ പോയി പെട്ടെന്ന് ആധാർ ഒന്നും എടുക്കണമെന്നില്ല. 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന 50,000-ഓളം കുട്ടികൾ സൗജന്യ വിതരണ പദ്ധതിയിൽ നിന്ന് പുറത്താകും. നിയമസഭയിൽ കഴിഞ്ഞ ദിവസം കുറേ നാളായി മൊയ്തീൻ MLA ചോദ്യത്തിന് മറുപടിയായാണ് വിദ്യാഭ്യാസ മന്ത്രി ആധാർ അധിഷ്ഠിത സൗജന്യ യൂണിഫോം പദ്ധതിയെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയത്. 1 മുതൽ 8 വരെയുള്ള വിദ്യാർത്ഥികളുടെ സൗജന്യ വിദ്യാഭ്യാസം ഭരണഘടനാപരമായ അവകാശമാണെന്നും ആധാർ ഇല്ലെന്ന പേരിൽ ഒരു ആനുകൂല്യവും നിഷേധിക്കരുതെന്നും സുപ്രീം കോടതി ഉത്തരവുണ്ട്. അപ്പോൾ ഗൗരവമായൊരു വിഷയമാണ്. വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ചട്ടത്തിലും ആധാർ ഇല്ലെങ്കിൽ ആധാർ ഇല്ലെങ്കിൽ യൂണിഫോം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് രേഖകൾ നൽകാൻ അവസരം വേണമെന്ന് വിദ്യാഭ്യാസ നിയമത്തിൽ പറയുന്നു. ഇതൊക്കെയും അവഗണിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് യൂണിഫോമിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ അലവൻസ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആയിരക്കണക്കിന് 57,000 പറഞ്ഞല്ലോ, 57,000-ഓളം വരുന്ന കുട്ടികൾക്ക് സർക്കാരിൻ്റെ കർശന നിലപാട് കാരണം അർഹമായ ആനുകൂല്യം നഷ്ടമാകുന്നുണ്ട്. 6-ാം പ്രവൃത്തി ദിവസത്തിന് പകരം ജൂൺ 30 വരെയുള്ള കാലയളവ് പരിഗണിക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകുന്നില്ലെങ്കിൽ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. 6-ാം പ്രവൃത്തി ദിനത്തിൽ ആധാർ മാനദണ്ഡമാക്കിയതിനാൽ സംസ്ഥാനത്ത് അധ്യാപക തസ്തിക നിർണ്ണയത്തിലും വലിയ പ്രതിസന്ധിയാണ്. രക്ഷിതാക്കളുടെ സമ്മതപത്രമില്ലാതെ പ്രവേശനത്തിനുൾപ്പെടെ ആധാർ കർശനമാക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു. കേരള വിദ്യാഭ്യാസ വകുപ്പ് തസ്തിക ആധാർ നിർബന്ധമാക്കാൻ സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ ഭരണഘടനാ ലംഘനവും അതുപോലെ തന്നെ ആധാർ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു. എന്തായാലും വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആധാർ കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ്. അത് 8-ാം ക്ലാസ് വരെ അവർക്ക് ഭരണഘടനാപരമായി കൊടുക്കേണ്ടതാണ്. അതിനിടയിൽ ഈ ഒരുപാട് രേഖകളും ആധാർ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ അവർക്ക് പഴയതുപോലെ യൂണിഫോമൊക്കെ കൊടുക്കുക. അവർ കള്ളന്മാരും ഒന്നുമല്ല. ടീച്ചർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് കള്ളക്കുട്ടിയെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് അല്ലാതെ തന്നെ കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ ഏത് നിയമവും നടപ്പിലാക്കുമ്പോൾ ആവശ്യമായ സമയം, ഇപ്പോൾ ആധാർ തന്നെ എടുക്കണം പുതുക്കണമെന്ന് എത്ര പ്രാവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ് സമയം നീട്ടി കൊടുക്കുന്നത്. പോളിയോ എടുക്കണമെന്ന് പറഞ്ഞ് എത്ര വർഷം കൊണ്ടാണ് സമൂഹം എടുത്തത്. അപ്പോൾ അല്ലാതെ ഒരു ദിവസം കട്ട് ആൻഡ് റേറ്റ് കൊണ്ട് ഒരു ദിവസം രാത്രി നടക്കണമെന്ന് പറയുന്നത് ശരിയല്ല. നിയമങ്ങൾ വേണം നമുക്ക്. ഹെൽമറ്റ് എത്രയോ വർഷം എടുത്തിട്ടാണ് ഹെൽമറ്റ് കമ്പൽസറി ആക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കർശന പിടിവാശി വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ട. ആവശ്യമായ മയം വരട്ടെ.